നമസ്കാരം. ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശ ശതക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4-ാം ദിവസത്തെ വായനയാണ് ഇന്ന് നടക്കുന്നത്. നാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ മാലോകരുടെ ആത്മരക്ഷാർത്ഥം രചിച്ച അതിമഹത്തായ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആത്മശക്തി ഉണർന്ന് പരിലസിക്കുന്ന മനുഷ്യ ശരീരം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധ്യമാക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ സാധ്യതകളാണ് നാരായണ ഗുരുസ്വാമികൾ തൻ്റെ 73 വർഷത്തെ ജീവിതം കൊണ്ട് ലോകത്തിന് നൽകിയ ജീവിത സന്ദേശം. തൻ്റെ ജീവിത സന്ദേശത്തെ ഏറ്റെടുത്ത നിരവധി ആളുകൾ ആത്മോപദേശ ശതകവുമായി സഞ്ചാരം ചെയ്തു. ആത്മോപദേശ ശതകത്തിലെ 16-ാം ഖണ്ഡം നമുക്കാദ്യമായി ഒന്ന് പരിശോധിക്കാം. അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം, ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. യതിവര്യൻ ആരായിരിക്കണം? ഒരു യതി എങ്ങനെയായിരിക്കണം? ഒരു യതിയിലേക്കുള്ള യാത്ര എപ്രകാരത്തിലായിരിക്കണമെന്നാണ് ഈ 4 വരികൾ കൊണ്ട് ഗുരു അർത്ഥമാക്കിയത്. 17-ാം പദ്യത്തിൽ അഴലെഴുമഞ്ചിതളാർന്നു 2 തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവ എരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തി എത്രേ. നമ്മിലെല്ലാം കുടികൊള്ളുന്ന ഇരിക്കുന്ന വാസനകൾ, ആ വാസനകളാണ് നമ്മെ ഓരോ തരത്തിലുള്ള മനുഷ്യവൃത്തിയിലേക്ക് നയിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 18-ാം ഖണ്ഡത്തിൽ അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ അഹമന്ധകാരമല്ലൻ അറിവതിനിങ്ങനെ ആർക്കുമോദിടേണം. അറിവ് എന്നത് അഹത്തിലുള്ളതല്ല, അഹം അന്ധതയാണ്. അത് വെടിഞ്ഞു വേണം, ആ അന്ധത വെടിഞ്ഞു വേണം വിജ്ഞാനത്തിലേക്ക് പോകാൻ എന്നത്രേ ഗുരുവിൻ്റെ മൊഴി. 19-ാം ഖണ്ഡം നമ്മോടിങ്ങനെ പറയുന്നു. എന്താ അത്? അടിമുടിയറ്റതുമുണ്ടിതുമുണ്ട് എന്നടിയും ആദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗമന്യമാമോ. തിരമാലകൾ ജലമാണ്, ജലം തിരമാലയാണ്. രണ്ടും ഒന്നായി കാണാനുള്ള ഒരാത്മസാന്നിധ്യം നമുക്കുണ്ടായി വരണമെന്നാണ് ഗുരുവിൻ്റെ കാംക്ഷിതം. ആ കാംക്ഷിതത്തിനനുസൃതമായി നാം വളർന്നു എന്ന ചോദ്യം മാറി നിൽക്കുന്നു. ആ ചോദ്യത്തിനുള്ള മഹത്തായ ഉത്തരം തേടലാണ് വാസ്തവത്തിൽ ആത്മോപദേശ ശതകം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും കൃത്യമായ അറിവ്. 20-ാം ഖണ്ഡത്തിൽ ഉലകിന് വേറെയൊരു സത്തയില്ലതുണ്ടെന്നുലകരുതപ്പതു സർവമൂഹഹീനം. പിന്നെയോ ജളന് വിലേശമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ജളന് വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. വീണ്ടും ഗുരു നമ്മെ 21-ൽ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് എന്ന് നമുക്ക് അടുത്ത ദിവസത്തെ വായനയിൽ പരിശോധിക്കാം. 5 ഖണ്ഡങ്ങളായി 21 മുതൽ
25 വരെയുള്ള ഖണ്ഡങ്ങൾ ഇപ്പോൾ വായിച്ച ഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഖണ്ഡം വരുമ്പോൾ ഇതും അതും കൂടി ചേർത്ത് അതിൻ്റെ അർത്ഥവും കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് ആത്മോപദേശശതകം സത്യാത്മകമാകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ കേൾവിക്കാർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്ന് തൽക്കാലം ഈ വർത്തമാനത്തെ, ഈ പാരായണത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ശുഭകാംക്ഷികളായിരിക്കുമാറാകട്ടെ എന്ന് വിചാരിക്കുന്നു.